ഹലോ ഫ്രണ്ട്സ്, ഹാരീസ് ഫൈൻ ആൻഡ് സെയിൽസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒരു ട്രേഡ് എടുത്തു, അതിന് 50 രൂപയോളം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ആ പൈസ വന്നില്ല. അതിനേക്കാളും കൂടുതൽ മൈനസാണ് പൈസ പോയത്. ഞാൻ 200 രൂപ ട്രേഡ് എടുത്തു, എന്നിട്ട് എനിക്കൊരു 10 രൂപയോളാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുള്ളൂ. ബ്രോക്കർ കൂടുതൽ ചാർജ് ഈടാക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ. ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാം, ഒരു ബ്രോക്കറേജ് എത്ര വന്നു എന്നുള്ളത് വെരിഫൈ ചെയ്യാന്നുള്ളത് ഞാൻ അപ്സ്ട്രോക്കിനകത്ത് കാണിച്ചിട്ട് എവിടെ ചെക്ക് ചെയ്യാന്നുള്ളത്. നമ്മുടെ ഹോം പേജ് എപ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു, ഇപ്പോൾ 500 രൂപയുടെ പ്രോഫിറ്റ് വന്നു എന്ന് വിചാരിക്കുക. ഞാൻ 500 രൂപ എന്ന് പറയാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലാസ്റ്റ് ട്രേഡ് 500 രൂപയാണ്. പക്ഷേ അതിൽ 3 ട്രേഡിൻ്റെ ഇതായിട്ടാണ് വന്നത്. കാണിച്ചിട്ട് എങ്ങനെയാണ് ഈ ഇവിടെ അക്കൗണ്ട്സ് ഉള്ള ഓപ്ഷൻ കണ്ടോ, നമ്മൾ അവിടെ പോകും, അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വ്യൂ ട്രാൻസാക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്നും എത്ര രൂപ വിഡ്രോ ചെയ്യാനുണ്ടെന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, ഇന്നലെ ഒരു ട്രേഡ് എടുത്തു നിൽക്കുക. അപ്പോൾ അതിൻ്റെ സെറ്റിൽഡ് എമൗണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുകയാണ് എൻ്റെ ഇന്നലത്തെ ട്രേഡിൻ്റെ എനിക്ക് അക്കൗണ്ടിലേക്ക് വന്നേക്കണ പൈസ പ്രോഫിറ്റായിട്ട് 365. പക്ഷേ എൻ്റെ ട്രേഡ് ഇന്നലെ ക്ലോസ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 500 ആൻഡ് സംതിങ് ആയിരുന്നു. അത് 3 ട്രേഡ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം, എത്ര രൂപയാണ് ബ്രോക്കറേജ് പിടിച്ചത്, വേറെ എന്തൊക്കെ ചാർജ് പിടിക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇവിടെ തന്നെ ഒരു ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ ഇന്നലത്തെ ട്രേഡ്. ഈ ട്രേഡിൻ്റെ അകത്ത് നമുക്കിവിടെ വ്യൂ ബിൽസ് എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഓൾ ട്രാൻസാക്ഷനും വാലറ്റിലും അവിടെ സെപ്പറേറ്റ് സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ ഓൾ ട്രാൻസാക്ഷനിൽ തന്നെ നോക്കാം. ഈ വ്യൂ ബിൽ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നലത്തെ ട്രേഡിൻ്റെ അകത്ത് അവസാനം കാണിച്ച ഫിഗർ ഏകദേശം ഇതാണ് 595 എന്നുള്ളത്. പക്ഷേ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നേക്കുന്ന പ്രൈസ് 365 ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രേഡിനകത്ത് 3 ട്രേഡ് എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ട്രേഡിന് 20 റുപ്പീസ് വെച്ച് 3 × 3 സെല്ല്, അപ്പോൾ 6 ട്രേഡ് 120 റുപ്പീസ് ബ്രോക്കറേജ് പിടിച്ചു. പിന്നെ ടാക്സ് ആൻഡ് അതർ ചാർജായിട്ട് 109.54 വന്നു, അത് പിടിച്ചു. ടോട്ടൽ 229 റുപ്പീസ് എക്സ്ട്രാ കോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ എമൗണ്ട് മൈനസ് ഈ എമൗണ്ട് ചെയ്തുള്ള ഫിഗറാണ് ഇവിടെ വന്നേക്കുന്നത്. ഇനി ടാക്സ് ആൻഡ് അതർ ചാർജസ് എന്താണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ടാക്സ് ആൻഡ് ചാർജസിന് ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യണം. ഇതിനകത്ത് ഓരോന്നും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഈ ചാർജസ് എന്നുള്ളതും നമുക്ക് സെപ്പറേറ്റ് എക്സ്റ്റേജ് ചെയ്യാം. ചാർജസായിട്ട് 16.97, ടാക്സായിട്ട് 92.57 പിടിച്ചിട്ടുണ്ട്. അതെന്താ നമുക്ക് ചെക്ക് ചെയ്യാം. ബ്രോക്കറേജിൻ്റെ കാര്യം ഒരു ഡൗട്ടും ഇല്ലാന്ന് വിചാരിക്കുന്നു. 20 രൂപ ഒരു ബൈക്കും 20 രൂപ സെല്ല് ചെയ്യുന്നു. ബൈ ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുമ്പോഴും വരും. അങ്ങനെ 3 ഓർഡർ ഉണ്ടായിരുന്നു, അപ്പം മൊത്തം 6. ഇനി അതുപോലെ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 10 ക്വാണ്ടിറ്റി മേടിക്കും, പിന്നെ പ്രൈസ് കൊണ്ട് താഴേക്കും, പിന്നെ ഒരു 5 ക്വാണ്ടിറ്റി മേടിക്കും, 5 അല്ലെങ്കിൽ 50 ക്വാണ്ടിറ്റി മേടിക്കും. അങ്ങനെ കൂടുതൽ പിന്നെ അത് ഓരോ ബൈ ആയിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ ഓരോന്നിനും 20 + 20 ബൈ മോർ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോഴും ഈ ബൈ മോർ 20 റുപ്പീസ് ബ്രോക്കറേജ് ആഡ് ആയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ചാർജസ് എന്തെങ്കിലും ഞാൻ ചാർജസ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. രണ്ടും ഞാൻ ഒന്നിച്ച് എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ചാർജസ് വരുന്നുണ്ട്. എക്സ്പാൻഡ് ചെയ്തു. നിങ്ങൾ കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ ചാർജ് ഒരു 15.99 പോയി. അത് ബ്രോക്കർ സെബി ചാർജ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ചാർജ് വരും. പിന്നെ ക്ലിയറൻസ്, ഡെലിവറി എടുത്താലാണ് ക്ലിയറൻസ് ചാർജ് വരുന്നുള്ളൂ. അത് വന്നിട്ടില്ല. സെബി ടേൺ ഓവർ ചാർജ്, അതായത് നമ്മൾ എടുത്ത ട്രേഡിൻ്റെ വോളിയത്തിൻ്റെ അവരെടുക്കുന്നൊരു പെർസെൻറ്റേജ് 0.001 സംതിങ് പെർസെൻറ്റേജിൻ്റെ ആ എമൗണ്ട് ഉണ്ടെന്ന്. IPF ചാർജ് ഇവിടെ 1.94 വരും. ഇത്രയാണ് ചാർജസ് ആയിട്ട് ടോട്ടൽ വരുന്നത്. ഇനി ടാക്സസ് ആയിട്ട് ഗവൺമെൻറ് പിടിക്കുന്നത് അത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും GST ആയിട്ട്, അതായത് നമുക്ക് ബ്രോക്കറേജ് തന്നതിൻ്റെ GST 24.57 എക്സ്ട്രാ പിടിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് 61 പിടിച്ചിട്ടുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട്, ഇതിൻ്റെയൊക്കെ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് 7 റുപ്പീസ്. അപ്പോൾ ഇത്രയും ചാർജസ് ഗവൺമെൻറ്റും കൊണ്ടുപോയിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രോക്കർ ഒരു 40 രൂപ കിട്ടും, ഗവൺമെൻറ് ഏകദേശം അതിൻ്റെ അകത്തൊരു 5-8 രൂപ കിട്ടും. ബാക്കി സിബിഡിക്ക് ചാർജായിട്ട് ഒരു 4-5 രൂപ പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡിന് ഐഡിയലി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 + എബൌട്ട് ഒരു 15, എബൌട്ട് ഒരു 65-60 റുപ്പീസിനടുത്ത് കോസ്റ്റ് ശരിക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ട് മോർ ദാൻ ഒരു എത്രയാണ് പറയുക
ഒരു 60 കൂട്ടിക്കോ. ഒരു സാധാ ഒരു ക്വാണ്ടിറ്റി ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് STT ചാർജൊക്കെ കൂടും. ഒരു ആവറേജ് ഒരു 500 ക്വാണ്ടിറ്റി ഒക്കെ മേടിക്കുന്ന ഒരാൾ ഒരു 90 രൂപയ്ക്ക് മുകളിലൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലാണ് ശരിക്കും ഒരു പ്രോഫിറ്റായിട്ട് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതേ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചില ആൾക്കാർ ബ്രോക്കറേജ് മാത്രമാണ് ചിന്തിക്കുകയുള്ളൂ. ബ്രോക്കറേജിൻ്റെ പുറത്ത് അഡീഷണൽ ഒരു നമ്മുടെ ട്രേഡിൻ്റെ ഒരു 5% ഒരു ട്രേഡിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു 5% പോകും. അതായത് ഒരു 0.5% ഓവറോൾ ട്രേഡിംഗ് എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ നമ്മൾ 100 രൂപയ്ക്കാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ അഡീഷണലായിട്ട് അതായത് 100 രൂപ പ്രോഫിറ്റ് 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ ഏകദേശം ഒരു 10-15 രൂപയുടെ എക്സ്ട്രാ കോസ്റ്റ് അതിൻ്റെ കൂടെ വരാം. അതിന് കൗണ്ട് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ സ്ക്വയർ ഓഫ് ചെയ്താൽ പ്രോഫിറ്റായിട്ട് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞതിന് ക്ലിയർ ആയി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഞാൻ പണ്ടൊരു 2 കൊല്ലം മുമ്പ് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എന്തൊക്കെ ചാർജസ് വരുന്നുള്ള പ്രത്യേകം ചെയ്തിട്ട് എന്താണ് ഈ ഓരോ ചാർജ് എന്നും പറഞ്ഞ് അത് ഈ ചാനലിനകത്ത് കിടക്കുന്നുണ്ടാവും, നോക്കിയാൽ മതി. അറിയാവുന്നവരാണെങ്കിൽ പറഞ്ഞുതരാം, വോയിസ് ഇട്ടാൽ മതി. പിന്നെ അപ്സ്ട്രോക്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. അതിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുത്താൽ മതി. ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പറും ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ആധാർ കാർഡ് ഡീറ്റെയിൽസ് വെച്ച് കേസായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നവരാണെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ട്രേഡിൻ്റെ ഓരോ ട്രേഡിൻ്റെയും പ്രോഫിറ്റ് ലോസ് നമുക്ക് കൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. എത്രയ്ക്കാണ് ബൈ ചെയ്തത്, എത്രയ്ക്കാണ് സെല് ചെയ്തതെന്നുള്ളത്, അതായത് ടോട്ടൽ എത്രയാണ് എമൗണ്ട് വന്നതെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പറഞ്ഞ് ക്ലിയർ ആയി ആയിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ റിപ്പീറ്റ് ജസ്റ്റ് സ്ലോയിൽ കാണിച്ചു തരാം. ഒരുപാട് സമയമാകുന്നുണ്ട്. ഓക്കെ, എന്നാൽ പെട്ടെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം ക്ലോസ് ആയിപ്പോയി. ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് എന്നുള്ളത് പോകുക. അക്കൗണ്ട്സിനകത്ത് റീസെൻറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഈ ആരമാർക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റീസെൻറ്റ് ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് എടുത്ത് കുറച്ച് ദിവസങ്ങൾ എടുത്ത ട്രേഡിൻ്റെയാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഏത് ട്രേഡിൻ്റെ ആണോ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്തേക്കാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഏകദേശം ഒരു 150 രൂപയോളം കണ്ട പ്രോഫിറ്റിലാണ് സ്ക്വയർ ഓഫ് ചെയ്തത് കാര്യം പറഞ്ഞാൽ. പക്ഷേ അത് 99 രൂപയുള്ളൂ. അതിനിപ്പോൾ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് വ്യൂ ബിൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് നോക്കിയേ, ഇത് ഒറ്റ ട്രേഡായിരുന്നു. ഒറ്റ ട്രേഡായിരുന്നു. നമ്മൾ കൺഫ്യൂഷൻ ഒന്നുമില്ല, നമുക്ക് ഈ സൈഡ് മനസ്സിലാക്കാം. ബ്രോക്കറേജ് ആയിട്ട് 40 രൂപ, 20 rupees ബൈക്ക് 20 rupees എല്ലാം, ചാർജസ് ആൻഡ് ടാക്സ് ആയിട്ട് 35. മൊത്തം ഒരു 75 rupees കോസ്റ്റ് ഉണ്ടായിരുന്നു. അബൌട്ട് 175 സ്ക്വയർ ഓഫ് ചെയ്താണ്. അപ്പോൾ ഒരു 75 rupees നമുക്കൊരു ട്രേഡിന് കോസ്റ്റ് വന്നു. ഒരു 175 രൂപ പ്രോഫിറ്റ് ഉണ്ടാവേണ്ട സാധനം 75 രൂപയോളം ബ്രോക്കറേജും ചാർജസ് ആയിട്ട് പോയി. ബാക്കി 99 രൂപയാണ് എൻ്റെ കയ്യിലേക്ക് വന്നത്. ഈ ചാർജസ് എന്താ ഏകദേശം എത്ര വന്നു പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ടാക്സസിനകത്ത് സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും STT ആയിട്ട് 20 രൂപ, അതൊരു വലിയൊരു ചങ്കാണ്. പിന്നെ 40 രൂപയുടെ GST ആയിട്ട് 8 രൂപയും പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ചാർജസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് പക്ഷേ 5 രൂപയോളാണ് മൊത്തം വന്നിട്ടുള്ളൂ. വന്നിട്ടുണ്ട്. അപ്പോൾ ഐഡിയലി ഈ ട്രേഡ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നിരുന്നു. നമുക്കൊരു 175 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു 75 രൂപയോളം കോസ്റ്റ് ഉണ്ട്. ബാക്കി ഒരു 99-100 രൂപയോളമാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. ഫ്രണ്ട്സ്, ഓക്കെ, വീഡിയോ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കട്ടെ. ബൈ, സി യു, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.